എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വീഡിയോയിലെ വിഷയം വൃശ്ചികക്കൂറിന്റെ ഫലമാണ്. അത് 1202 മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശിക്കൂർ ഫലമാണ് ഞാൻ പറയുന്നത്. അതിൽ വൃശ്ചികക്കൂറിന്റെ ഫലം. അപ്പൊ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ മലയാള പുതുവർഷത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവരെ സംബന്ധിച്ച് ഓരോ ഗ്രഹങ്ങൾ ഓരോരോ ഭാവത്തിലാണ് നിൽക്കുന്നത്. ആ ഭാവങ്ങൾ ഏതാണെന്ന് നോക്കാം. വേഴം 9-ലും 10-ലും വേഴം 9-ലും 10-ലും ഭാവങ്ങളിലും, ശനി 5-ലും 6-ലും ഭാവങ്ങളിലും, രാഹു 4-ഉം 3-ഉം ഭാവങ്ങളിലും നിൽക്കുന്ന സമയമാണ്. അപ്പൊ വേഴം 9-ഉം 10-ഉം, ശനി 5-ഉം 6-ഉം, രാഹു 4-ഉം 3-ലും നിൽക്കുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഈ വർഷം പൈതൃകമായി കിട്ടേണ്ട പല കാര്യങ്ങളും, സ്വത്തുക്കൾ, പ്രത്യേകിച്ച് സ്വത്തുക്കൾ കിട്ടാൻ ഇടവരുന്ന ഒരു സമയമാണ്. അതായത് ഇവരുടെ പൂർവികരായിട്ട് ഇവർക്ക് പൈതൃകമായിട്ട് കിട്ടാനുള്ള പല കാര്യങ്ങളും ഉണ്ടാകാം ചിലരെ സംബന്ധിച്ച്. അത് പല രേഖകളാകാം, അല്ലെങ്കിൽ സ്വത്തുക്കളാകാം, അങ്ങനെ പലതും ആകാം. അതെല്ലാം ഇവർക്ക് കിട്ടാൻ ഒരു വഴി ഒരുങ്ങുന്ന സമയമാണ് ഈ പുതുവർഷം. അതുകൂടാതെ വിവാഹത്തിലൂടെയും ഇൻഷുറൻസ് പരമായും ധനവരവ് ഉണ്ടാകുന്ന സമയം. വിവാഹ സംബന്ധമായി ഇവർക്ക് ധനം കിട്ടാനായിട്ട് ഇടവരുന്ന ഒരു സമയമാണ് വിവാഹത്തിലൂടെ. അതുകൂടാതെ ഇൻഷുറൻസ് സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയും ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ഥാനമാന ലബ്ധികൾ ഇവർക്കുണ്ടാകാം. ഇവർക്ക് പല സ്ഥാനമാനങ്ങളും കിട്ടാൻ, അതായത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരെ സംബന്ധിച്ച് ഒരു നല്ല സ്ഥാനങ്ങളിൽ എത്തിച്ചേരാം എന്നത് അവരെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ചില സ്ഥാനമാനങ്ങൾ ഇവരെ തേടി വരുന്ന സമയമാണ്. പിന്നെ സാമൂഹികപരമായ അംഗീകാരം കിട്ടുന്ന സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. സമൂഹത്തിൽ നല്ല അംഗീകാരം ഇവർക്ക് കിട്ടുന്ന സമയമാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കാനും പൊതുജനങ്ങളുടെ പിന്തുണ കിട്ടാനും ഈ രാഷ്ട്രീയക്കാർക്ക് ഈ സമയം നല്ലതാണ്. അതുകൂടാതെ ബന്ധു സഹായങ്ങൾ കിട്ടാവുന്ന ഒരു വർഷമാണ്. ബന്ധുക്കളെ കൊണ്ട് സഹായങ്ങൾ കിട്ടും ഇവരെ സംബന്ധിച്ച്. കച്ചവടക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ധന നേട്ടങ്ങൾ കൈവരിക്കുന്ന സമയമാണ്. കച്ചവടക്കാർ അതിൽ ധനപുരോഗതി ഉണ്ടാകും. അതായത് ഇവരുടെ ഉൽപ്പന്നങ്ങൾ, ഇവരുടെ സാധനങ്ങൾ പെട്ടെന്ന് വിറ്റുപോകാനും അതുവഴി ഇവർക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകാനും കച്ചവടക്കാരെ സംബന്ധിച്ച് ഈ സമയം നല്ലതാണ്. ബന്ധുക്കൾ ഇവരെ സഹായിക്കാൻ ഇടവരും. ബന്ധുക്കൾ ഇവർക്ക് സഹായങ്ങൾ ചെയ്യും. വാദസംബന്ധമായ അസുഖം പിടിപെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് വാദസംബന്ധമായ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ പിത്തസംബന്ധമായ വാദം, പിത്തം, കഫം, ഇതാണല്ല കൂടുതൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ പിത്തസംബന്ധമായോ വാദസംബന്ധമായോ ഒക്കെയുള്ള അസുഖങ്ങളും ഇവർക്ക് പിടിപെടാനായിട്ട് സാധ്യതയുണ്ട്. ധർമ്മസ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യാനുള്ള ഒരു സന്മനസ് ഇവർക്ക് ഈ സമയങ്ങളിൽ ഉണ്ടാകാം. ധർമ്മസ്ഥാപനങ്ങൾക്ക് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലോ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഒരു സന്മനസ് ഇവർക്കുണ്ടാകും. ധനപരമായി ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമാണ്. ധനപരമായി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഭാഗ്യം
ഭാഗ്യം കിട്ടുന്നൊരു വർഷമാണ്. കാരണം ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ 9-ൽ, അതായത് ഈ വൃശ്ചിക കൂറുകാരുടെ 9-ാം ഭാവത്തിൽ, 9-ാം ഭാവം എന്ന് പറഞ്ഞാൽ കർക്കിടകൻ കൂറാണ്, കർക്കിടകൻ രാശിയാണ്. അപ്പൊ ധനകാരകനായ വേഴം ഇപ്പോൾ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നൊരു സമയമാണ്. ഇതിലെ 9 ഭാഗ്യസ്ഥാനമാണ്. അപ്പൊ ഭാഗ്യസ്ഥാനത്ത് ധനകാരകൻ നിൽക്കുമ്പോ അപ്പൊ ധനപരമായ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ ചിലർ ശത്രുക്കളാകാനും സാധ്യതയുണ്ട്. ബന്ധുക്കള് ചില സമയങ്ങളിൽ ഇവർക്ക് ചിലപ്പോൾ ശത്രുക്കളായി വന്നെന്നും വരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഇവർക്ക് കഴിയും. ഈ വർഷം പുതിയ സുഹൃത്തുക്കളുമായി ഉള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ്. പരദൂഷണവും അപകീർത്തിയും കേൾക്കാനും ഈ വർഷം ഇടവരുന്നതാണ്. അതായത് പരദൂഷണം കേൾക്കാനും അപകീർത്തികരമായ കാര്യങ്ങൾ കേൾക്കാനും ഇവരെ സംബന്ധിച്ച് അതിനുള്ള ഇടവരുന്നതാണ്. സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും പങ്കാളികളിൽ നിന്നും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഈ വർഷം. അതായത് ഇവരുടെ കൂടെ പ്രവർത്തിക്കുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ ഇവരുടെ ജോലിയിൽ മുകളിലിരിക്കുന്നവരിൽ നിന്നോ, അതായത് മേലധികാരികളിൽ നിന്നോ, അല്ലെങ്കിൽ പങ്കാളിയിൽ നിന്നോ. പങ്കാളി എന്ന് പറഞ്ഞാൽ പല വിധത്തിലെ പങ്കാളിയാകാം, ഇല്ലേ? ജീവിതത്തിലെ പങ്കാളി, അതായത് ഭാര്യ സ്ഥാനത്ത് നിന്നുള്ള പങ്കാളിത്തം പറയാം, അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടുള്ള പങ്കാളിത്തം പറയാം, അല്ല പങ്കാളികളായി ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയാം. എന്നിരുന്നാലും എല്ലാനും ഇവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും അതിൽ കൂടാതെ പങ്കാളിയിൽ നിന്നെല്ലാം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം. അതുകൂടാതെ ശനി 5-ൽ നിൽക്കുന്നതിനാൽ സന്താന ദുഃഖങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ശനി 5-ലാണ്. 5 എന്ന് പറഞ്ഞാൽ സന്താനഭാവമാണ്. അപ്പൊ സന്താനഭാവത്തൊരു പാപഗ്രഹം നിൽക്കുമ്പോൾ അതിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. അപ്പൊ 5 എന്ന് പറഞ്ഞ സന്താനം. അപ്പൊ സന്താനങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സ്, ഈ നക്ഷത്രക്കാരുടെ മനസ്സ് വേദനിക്കാൻ ഇടവരുന്ന ഒരു സമയവും കൂടി ഈ വർഷത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ വീഡിയോന്റെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്, കമന്റുകൾ എന്താണെന്ന് അതൊന്ന് ഇട്ടാൽ വളരെ നല്ലതായിരിക്കും. എല്ലാവരുടെയും കമന്റുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.